വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് പാർലമെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർലമെൻ്ററി ഡെമോക്രസിയിൽ ഓപ്പോസിഷൻ ലീഡറുടെ സ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഷാഡോ പ്രൈം മിനിസ്റ്ററുടെ സ്ഥാനമാണ്. പക്ഷേ ഈ പാർലമെൻറ്റിൽ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലീഡർ എഴുന്നേറ്റ് എന്തെങ്കിലും പറയാൻ തുനിഞ്ഞാൽ ആ സമയം മൈക്ക് ഓഫ് ചെയ്യുന്ന കാര്യമാണ് കാണാൻ കഴിയുന്നത്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ മാത്രമല്ല, പ്രതിപക്ഷത്തിലെ ഒരു നേതാക്കന്മാർക്കും പ്രസംഗിക്കാൻ അവസരമില്ല. പ്രതിപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു പാർലമെൻറ്റായിട്ട് ഈ പാർലമെൻറ്റ് മാറിയിരിക്കുകയാണ്. ഈ പാർലമെൻറ്റ് ഭരണപക്ഷത്തിന് വേണ്ടി മാത്രമുള്ള പാർലമെൻറ്റാണ്. ഇന്ന് രാവിലെ പോലും ഞങ്ങൾ എല്ലാ ഓപ്പോസിഷൻ പാർട്ടി നേതാക്കന്മാർ ഒന്നിച്ചുകൂടി തീരുമാനിച്ചതാണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഈ കൺസേൺ സ്പീക്കറുടെ മുമ്പാകെ ബോധിപ്പിക്കണമെന്ന്. അത് ബോധിപ്പിക്കാൻ എഴുന്നേറ്റപ്പോൾ പോലും ഒരു സെക്കൻഡ് പോലും അനുവദിക്കാൻ തയ്യാറായില്ല. ഇതൊരു വൺ സൈഡഡ് ആക്ഷനാണ്. പാർലമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആകേണ്ടതല്ല. ഇത്തരമൊരു പാർലമെൻ്ററി ഡെമോക്രസിക്ക് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളും പാർലമെൻറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഗവൺമെൻറ് ആണെങ്കിൽ ഓരോ ദിവസവും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യവിരുദ്ധ താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനെ എക്സ്പോസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുള്ളതാണ്. അത് ഡിബേറ്റിലൂടെയാണ് പറ്റുക. അത്തരം ഡിബേറ്റുകൾ പോലും അനുവദിക്കാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇപ്പം കഴിഞ്ഞ ദിവസം സ്പീക്കർ വളരെ ഗൗരവകരമായിട്ടുള്ളൊരു ആരോപണം കോൺഗ്രസ് വനിതാ MP-മാർക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി. എനിക്ക് മനസ്സിലാവുന്നില്ല, 54 ഇഞ്ചുള്ള പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ, 54 ഇഞ്ച് നെഞ്ച് ഉള്ള പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം സ്പീക്കർ റിക്വസ്റ്റ് ചെയ്തു, ഇങ്ങനെ കോൺഗ്രസിൻ്റെ വിമൻ MP-മാർ അസാധാരണമായ രംഗങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് വരരുതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതങ്ങനെ വെറുതെ പറയാൻ പറ്റുന്നു? അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? പാർലമെൻറ്റിൽ മുൻപും ബഹളം ഉണ്ടായിട്ടുണ്ട്. മൻമോഹൻ സിംഗും പ്രസംഗിക്കാതിരുന്നിട്ടുണ്ട്. അത്തരം ബഹളങ്ങൾ ഇപ്പോഴും മാത്രമല്ല ഉണ്ടായത്. ഈ ഒരു പ്രസ്താവന സ്പീക്കറിൽ നിന്ന് വരിക എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾക്ക് വിശദീകരണം വേണ്ടേ? എന്നാണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്? അതിലൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വല്ല റെക്കോർഡുണ്ടോ, തെളിവുകളുണ്ടോ? അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് പറയാൻ ഉത്തരവാദിത്തമുള്ള സ്പീക്കർ അത് പറയുന്നില്ല. ഇപ്പോൾ സഭയെന്ന് പറയുന്നത് നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ചെയർ നിഷ്പക്ഷമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ സഭാ നടപടികൾ വീക്ഷിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇതിനെതിരായിട്ടുള്ള പ്രയാസം